ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ അവസാന ആഴ്ചയിലേക്ക് വിശുദ്ധ ഊശാന പെരുന്നാളിനോട് കൂടെ നാം കടന്നു വരുന്നു. വലിയതും രക്ഷാകരവുമായ നോമ്പ് ഇതിൻ്റെ ആദ്യ 40 ദിവസം മോശയും ഏലിയാവും പ്രവാചകന്മാരും നമ്മുടെ കർത്താവും നോറ്റ നോമ്പാണ്. 40 കഴിഞ്ഞ് ഉള്ള വെള്ളിയാഴ്ച, 40 നോമ്പ് വീടുന്ന വെള്ളിയാഴ്ച നാം 40-ാം വെള്ളിയാഴ്ച എന്ന് വിളിക്കുന്നു. ഇത് കഴിഞ്ഞ് ലാസർ ശനി, ലാസറിനെ ഉയർപ്പിച്ച ദിവസം, കനാവിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി തീർക്കുന്നത് മുതൽ മനുഷ്യകുലത്തിൻ്റെ സമ്പൂർണ്ണ രൂപാന്തരം, അതിനു വേണ്ടിയുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കർത്താവ് കാണിച്ച് ഒരു ജനതതിയെ രക്ഷാകരമായ തൻ്റെ കഷ്ടാനുഭവത്തിലേക്കും മരണത്തിലേക്കും ഖബറടക്കത്തിലേക്കും മഹത്വകരമായ പുനരുത്ഥാനത്തിലേക്കും ഒരുക്കുന്നതിലൂടെ മരണത്തെ കർത്താവ് അതിജീവിക്കുകയും മനുഷ്യകുലത്തിന് വലിയ പ്രത്യാശ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ നോമ്പിൻ്റെ പരിസമാപ്തിയുടെ സന്ദേശം. ബലഹീനനായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഏഷ്യ പസഫിക് ഭദ്രാസനത്തിലെ മെൽബൺ റീജിയനിലുള്ള, വിക്ടോറിയ റീജിയനിലുള്ള ക്ലെയ്റ്റൺ സെൻറ്റ് ഗ്രിഗോറിയോസ് ഇടവകയിൽ ഹാഷായുടെ ശുശ്രൂഷകൾ നടത്തുവാൻ ദൈവ കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതിൽ ഈ ഇടവകയോടൊപ്പം പ്രത്യേകം സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് മറ്റൊരു രക്ഷകനില്ല, നിർബന്ധമായും ഞങ്ങളെ രക്ഷിക്കണമേ, ഹോഷിയാന, ആ പദത്തിൽ നിന്നാണ് ഊശാന എന്നുള്ള ആ ആഹ്വാനമുണ്ടാകുന്നത്. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിപ്പാൻ താഴ്മ വരിച്ചോനെ എന്ന് നാം എപ്പോഴും പാടുന്നു. മശിഹ എന്നാൽ ലോകത്തിൻ്റെ രക്ഷകൻ ആണ്. ആ വലിയ ഊശാന പെരുന്നാളിലൂടെ യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. അത് സമാധാനത്തിൻ്റെ പട്ടണമാണ്. യെരൂശലേം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം സമാധാനത്തിൻ്റെ പട്ടണം എന്നാണ്. സമാധാനത്തിൻ്റെ പട്ടണത്തിൽ വെച്ച് നമ്മുടെ കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം പ്രവാചകന്മാർ മുൻകൂട്ടി സൂചിപ്പിച്ചതുപോലെ പാളയത്തിന് പുറത്ത് തൂക്കപ്പെടുകയാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിൽ അവൻ ഉയർത്തി നാട്ടപ്പെടുകയാണ്. ലോകത്തിൻ്റെ അധിപന്മാർ അവനെ തെറ്റുകാരനായി കാണുകയും വിധിക്കുകയുമാണ്. ഒടുവിൽ പീലാത്തോസ് ഇവനിൽ ഞാൻ ഒരു പാപവും കാണുന്നില്ല, കുറ്റവും കാണുന്നില്ല എന്ന് പരസ്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും അവനെ തൂക്കുക എന്ന് അലറി വിളിക്കുകയാണ്. ഇതിന് തൊട്ടു മുൻപാണ് പ്രതീകാത്മകമായി തൻ്റെ തന്നെ ശരീരവും രക്തവും നമുക്ക് ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകുന്നു. അങ്ങനെ ആ പഴയ പെസഹായ്ക്ക് പുതിയ അർത്ഥം നൽകിക്കൊണ്ട് പെസഹ പെരുന്നാൾ നാം ആഘോഷിക്കുന്നു. വലിയ വെള്ളിയാഴ്ച, കൊളോക്കിയലി ദുഃഖ വെള്ളിയാഴ്ച എന്ന് വിളിക്കും. ആ വലിയ വെള്ളിയാഴ്ചയുടെ വലിയ ധ്യാനം നടത്തുന്നു. തുടർന്ന് ഗോസ്പൽ സാറ്റർഡേ, അറിയിപ്പ് ശനിയാഴ്ച. ആദം മുതൽ ഇന്നയോളം പാതാളത്തിൽ ഉള്ള എല്ലാവരെയും കർത്താവ് സുവിശേഷം അറിയിക്കുകയാണ്. വിശുദ്ധ പത്രോസ് ലീഗായുടെ 2-ാം ലേഖനത്തിൽ പറയുന്നത് പോലെ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഉള്ളവരോട് സുവിശേഷം അറിയിക്കുന്നു. അങ്ങനെ ആദം മുതൽ ഇന്നയോളമുള്ള എല്ലാവരും, വാങ്ങിപ്പോയവരും ഇപ്പോൾ ജീവനുള്ളവരും വരുവാനിരിക്കുന്നവരും ഒന്നിച്ച് മഹത്വകരമായ പുനരുത്ഥാന പെരുന്നാൾ ആഘോഷിക്കുകയാണ്
അതാണ് നാം സെക്കുലർ വേൾഡിൽ ഈസ്റ്റർ എന്ന് വിളിക്കുന്ന ദ ഫീസ്റ്റ് ഓഫ് റിസറക്ഷൻ, ഖെംദോ എന്ന പാശ്ചാത്യ സുറിയാനിയിലും ഖെംദ എന്ന പൗരസ്ത്യ സുറിയാനിയിലും വിളിക്കും. അത് വലിയ ഉയർപ്പാണ്. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള അതിജീവനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. ഈ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുവാൻ, ആ ഉയർപ്പിൻ്റെ ശക്തിയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പ്യരോട് പറയുന്നു, പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ആ ശക്തിയിൽ വളരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അർത്ഥവത്തായ ഒരു ഓശാന പെരുന്നാളും പീഠാനുഭവ ആഴ്ചയും രക്ഷാകരമായ പുനരുത്ഥാന പെരുന്നാളും ആഘോഷിക്കുവാൻ സർവ്വലോകത്തിനും ഇടയാകട്ടെ. പ്രത്യേകിച്ച് ഈ ഏഷ്യ പസഫിക് ഭദ്രാസനത്തിലും അതിലെ ക്ലെയ്റ്റൺ സെൻറ്റ് ഗ്രിഗോറിയോസ് പിൽഗ്രിം ഇടവകയ്ക്കും ഇടയാകട്ടെ. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.